താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലിയിലെ മങ്ങാട്ടുകര പീച്ചാനിക്കാട് പ്രദേശങ്ങളിൽ മോഷണ പരമ്പര ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു. മങ്ങാട്ടുകര കപ്പേളയ്ക്ക് സമീപം അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് വാതിൽ കുത്തി തുറന്ന് അകത്തുകടന്ന മോഷ്ടാവ് 2.25 പവൻ സ്വർണം കവർന്നു. അങ്കമാലി മങ്ങാട്ടുകര പീച്ചാനിക്കാട് പ്രദേശങ്ങളിൽ മോഷണ പരമ്പര ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു. മങ്ങാട്ടുകര കപ്പേളയ്ക്ക് സമീപം അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് വാതിൽ കുത്തിത്തുറന്ന് അകത്തുകടന്ന മോഷ്ടാവ് 2.25 പവൻ സ്വർണം കവർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയും പുലർച്ചെയുമായിരുന്നു സംഭവം. ഇതിനു പുറമെ സമീപത്തെ 3 വീടുകളിൽ കൂടി മോഷണശ്രമം നടന്നിട്ടുണ്ട്. ഇന്നലെ വെളുപ്പിന് 2:30-2:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പൊ ഇന്ന് വെളുപ്പിന് ഞാൻ ഈ വീട്ടിലുണ്ടായി, എന്റെ വീട്ടിലുണ്ടായില്ല, ഞാൻ തറവാട്ടിലായിരുന്നു. അപ്പൊ വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഞാൻ എപ്പോഴും പല്ല് വയ്ക്കാൻ അങ്ങോട്ട് പോകും, അതായത് എന്റെ വീട്ടിലാണ് പോവാറ്. അപ്പൊ ചെന്ന് നോക്കിയപ്പോ പൂട്ട് പൊളിച്ചിട്ടേക്കണു. പൂട്ട് അകത്തന്നെ ഉണ്ടായിരുന്നു. പൂട്ട് തുറന്നപ്പോ പൂട്ട് താഴെ വീണു. അപ്പൊ തന്നെ എനിക്ക് തോന്നി കള്ളം കയറിയിട്ടുണ്ടെന്ന് തോന്നി. പിന്നെ ഞാൻ ഓരോ റൂമിലേക്ക് പോയപ്പോ ഡ്രസ്സൊക്കെ കബോർഡുകളെല്ലാം തുറന്നിരിക്കണു. എല്ലാം നാശമായിട്ട് ഇങ്ങനെ വിതറി കിടക്കായിരുന്നു ബെഡിലേക്കൊക്കെ. പിന്നെ മുകളിലേക്കും പോയി നോക്കിയപ്പോൾ മുകളിലും കബോർഡുകൾ തുറന്നിരിക്കണു. പിറകുവശത്ത് വാതിൽ തുറന്നിരിക്കണു. പിന്നെ വർക്ക് ഏരിയയിൽ പോയപ്പോ വർക്ക് ഏരിയയുടെ ഡോർ തുറന്നിരിക്കണു. അങ്ങനെയൊക്കെ കണ്ടു. പിന്നെ എനിക്ക് അപ്പൊ തന്നെ സംശയം തോന്നി. അപ്പൊ ഞാൻ വേഗം ചേച്ചിയോട് പോയി പറഞ്ഞു, ഇവിടെ നിൽക്കാൻ വേണ്ടി ചേച്ചിയോട് പോയി പറഞ്ഞു. അപ്പൊ ചേച്ചിയും ഇങ്ങനെ വന്ന് നോക്കി, ഞങ്ങളെല്ലാം കൊണ്ട് നോക്കി. അപ്പൊ ഇവിടെ അങ്ങനെ തുണി മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെ ആഭരണങ്ങളും അതുപോലും അങ്ങനെ നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ അയൽവക്കക്കാരെ അറിയിച്ചപ്പോൾ അവരും പറഞ്ഞു, അവരും ക്യാമറ നോക്കി. ഞങ്ങളും പിന്നെ ക്യാമറ നോക്കിയപ്പോ ആളെ കണ്ടു. ആള് ഗേറ്റ് തുറന്നിട്ട് ആദ്യം അങ്ങോട്ടേക്ക് പോയി, സൈഡിലേക്ക് പോയി ദിവസം നോക്കി, ടോർച്ച് അടിച്ചു. പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് തുറന്നു, അങ്ങനെ കയറിപ്പോയി. പിന്നെ ബാക്ക് സൈഡും ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ ബാക്കിലത്തെ ക്യാമറ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. പിന്നെ നേരെ എനിക്ക് വേണം അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഡോറിന്റെ കുറച്ച് പെയിന്റ് കുത്തിപ്പൊളിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല പുള്ളിക്ക്. അതും അവിടെയും കുറച്ച് പെയിന്റ് ഒക്കെ പോയി. പിന്നെ നേരെ ഞങ്ങള് മറ്റു വീട്ടിൽ അറിയിച്ചു. മറ്റു വീട്ടിലും ഇങ്ങനത്തെ അവിടെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വീട്ടിലും കയറി. പിന്നെ എനിക്ക് വേണം മറ്റു വീട്ടിൽ 2 പേരും കണ്ട് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പോലീസുകാർ വന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോയി. എല്ലാവരും വന്ന് മൊഴി കൊടുത്തു. മങ്ങാട്ടുകര അരീക്കൽ വീട്ടിൽ ബേബി പോളിന്റെ ആൾതാമസമില്ലാത്ത വീടിന്റെ മുൻവാതിലിന്റെ മണിച്ചിത്രത്താഴ് തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. ഇവിടെ അലമാരകൾ തുറന്ന് വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. മുഖം മറച്ച നിലയിലുള്ള മോഷ്ടാവ് ഗേറ്റ് തുറന്ന് വരുന്നതിൻ്റെയും പിൻവാതിലിലൂടെ രക്ഷപ്പെടുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സമീപത്തെ അരീക്കൽ വർഗീസിന്റെ വീടിന്റെ പിൻവാതിൽ തകർത്തും മോഷണശ്രമം നടന്നു. 1 മാസത്തിനിടയിൽ പീച്ചാനിക്കാട് മങ്ങാട്ടുകര ഭാഗങ്ങളിൽ നിരവധി മോഷണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഇതേ പ്രദേശത്ത് ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ മാല ജനലിലൂടെ കവർന്നത്. ഈ കേസുകളിലെ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണങ്ങളിൽ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ.